ഹലോ ഗായ്സ്. അപ്പൊ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഹിമാലയ. ഹായ് ഗായ്സ്, വെൽക്കം ടു ട്വിൻ പീസ്. അപ്പൊ ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയിട്ട് എന്താ പരിപാടി വെച്ച് നിന്നപ്പോഴാണ് ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. കുറെ ചെമ്മീനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിട്ടും ചെമ്മീൻ നന്നാക്കിയിട്ടില്ല, കടിക്കും എരുന്തൊക്കെയാണ് നന്നാക്കിയത്. അപ്പോൾ ഇന്ന് കുറേ കിട്ടിയതിനെ കൊണ്ട് അമ്മ ഒറ്റയ്ക്കല്ല, അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ നന്നാക്കാമെന്ന്. അപ്പോൾ ആദ്യമായിട്ടാണ് നന്നാക്കുന്നത്. അപ്പോൾ താനിക്ക് ചുണ്ടിനൊരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ചുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നാലേ പൊട്ടും. അപ്പോൾ ഞാനിപ്പോൾ ലിബാമൊന്നും തേക്കലില്ല, അപ്പം തേക്കും. ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയൻ്റെ ലിബാം. നല്ല സ്മെല്ലാണ്. ഗൈസ് കണ്ടില്ലേ, നമുക്കിന്ന് കുറേ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഗൈസ് നമുക്ക് നന്നാക്കാൻ വേണ്ടി ഇതിലേക്ക് ഇടാം. അപ്പൊ നമുക്ക് പേപ്പർ ഇവിടെ ഇരിക്കാം. വൃത്തിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അമ്മ കൊല്ലും. ഏതാരാ വേണോ? അയ്യോ, അപ്പൊ ഗൈസ് നമുക്ക് ഒന്നും കൂടി വിരിക്കണം. നല്ല സ്മെല്ല് ഉണ്ടാവും. അപ്പൊ നമുക്ക് കുറേ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരും കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നൊന്നും പറഞ്ഞു വരണ്ട. ഇതുവരെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് കൊടുക്കാറില്ല. കൊടുത്താൽ തന്നെ എനിക്ക് ഇരട്ടി പണിയാവും. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഇതിവിടെ ഇങ്ങനെയൊക്കെ വിരിച്ചിട്ടാണ് ഇവരെ ഞാനിവിടെ ഇരുത്തിയിരിക്കുന്നത്. ഒന്നാമത് ചെമ്മീനാവുമ്പം നമുക്കതിലിങ്ങനെ ഭയങ്കര സ്മെല്ല് വരും. പിന്നെ കുറേ കഴിയുമ്പോൾ ഉറുമ്പ് വരും. അപ്പോൾ ഇന്നിപ്പോൾ ഇത് കണ്ടപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ലീവ് ആയതുകൊണ്ട് തന്നെ ചെയ്യണം എന്നൊരാഗ്രഹം. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് തന്നെയല്ലേ? അപ്പോൾ അവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നത്. ഒറ്റയ്ക്കല്ല, ഞാനും ചെയ്യുന്നുണ്ട് അവരുടെ കൂടെ ഇരുന്നിട്ട്. പിന്നെ കുട്ടികളെ നമ്മളൊരു പ്രായത്തിൽ ഒരു ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഓരോ പണികളൊക്കെ ചെയ്യാൻ നമ്മൾ തന്നെ പഠിപ്പിക്കണം. അത് ഒരിക്കലും വേറൊരു വീട്ടിൽ പോയിട്ട് പണി എടുക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടല്ല. നാളെ ഇപ്പോൾ ഇവർക്ക് ചിലപ്പോൾ ഹോസ്റ്റലിലൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒറ്റയ്ക്കോ ഒക്കെയുള്ള ഓരോ സിറ്റുവേഷൻസ് വരുമല്ലോ. ഇപ്പോൾ അത് മാത്രമല്ല, ഒരു നേരം ഇപ്പം നമുക്ക് എന്തെങ്കിലും വയ്യാതെ കിടന്നാൽ തന്നെ നമ്മുടെ കുട്ടികൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യണമെങ്കിൽ തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അടുത്ത് എനിക്ക് ചെറുതായിട്ടൊന്ന് വയ്യാതെയായിട്ട് റെസ്റ്റ് എടുത്ത സമയത്ത് ഇവരാണ് എനിക്ക് അടിച്ചു വാരി തന്നതും എന്താ പറയുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കുറേയൊക്കെ അവരും കണ്ടറിഞ്ഞ് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മളെ കുട്ടികളല്ലേ, അവർ അങ്ങനെ ഓവർ കൺസിഡറേഷൻ കൊടുത്ത് ഭയങ്കര പാമ്പർ ചെയ്തൊന്നും അവരെ നമ്മൾ വളർത്തേണ്ട കാര്യമില്ല. നമ്മുടെ കൂടെ തന്നെ എല്ലാ പണിയും ചെയ്യാനായിട്ട് നമ്മൾ അവരെ കൂട്ടണം. ചെറിയ ചെറിയ പണികളൊക്കെ അവരെ കൊണ്ട് ഇപ്പോഴേ നമ്മൾ ചെയ്യിക്കണം. അപ്പോൾ വലുതാവുമ്പോൾ അവരെ കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് അവരെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിച്ച് അമ്മ അങ്ങനെ ഇരിക്കുന്നു അങ്ങനെയൊന്നും കമൻ്റ് ഒന്നും ആരും ചെയ്യരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ഒരു ഇതിലേക്കാണ് തോടുണ്ടത്. അതൊക്കെ പറയണ്ട, നന്നാക്കി അറിയോ എങ്ങനെയാ നന്നാക്കുകയെന്ന്? ഓക്കെ, അപ്പോൾ ഇങ്ങനെ നന്നാക്കി വെച്ച് ആദ്യം ഇതെങ്ങനെ എടുക്കുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ ഇതിങ്ങോട്ട് വരും. എന്നിട്ട് ഈ തോട് ഇങ്ങനെ കളയുക, എന്നിട്ട് തല ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇവിടെ ഒരാള് എപ്പോഴും ഈ ചെമ്മീൻ നന്നാക്കി കഴിഞ്ഞാലേ അവൾക്ക് പൊരിച്ചു കൊടുക്കുമ്പോൾ അവള് ചെമ്മീൻ്റെ ഒരു സാധനം വേണമെന്ന് പറയും. എന്താ ഞാനീ അത്? മുടി. ഈ തോടിനകത്തുണ്ടാവുന്ന ഈ നാരുണ്ടല്ലോ, ഇതിനാണ് അവള് മുടി എന്ന് പറയുന്നത്. ഇതടക്കം പൊരിച്ചു കൊടുത്താൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയാ, പറ്റുണ്ടോ? അയ്യോ, ഇങ്ങനെയല്ല, ഇതിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ അമർത്തി കൊടുക്കണം. അപ്പൊ അതിങ്ങോട്ട് വരും. ഇതൊക്കെ ആവുന്നുണ്ടെങ്കിൽ ഇതിൽ നിൽക്കരുത്. എന്നിട്ട് ഇത് അങ്ങനെ എടുക്കുക. പിടിച്ചു നിന്നിട്ട് ആ കാര്യം ഇത് ഇങ്ങനെ എടുക്കുക. ഈ വാലില്ലേ ഇവിടെ ഇങ്ങനെ അതിങ്ങോട്ട് വരും.
എന്നിട്ട് ഇവിടെ ഇങ്ങനെ തോട് ഇങ്ങനെ എടുത്താൽ ഇങ്ങനെ വരും. എന്നിട്ട് ഇതൊക്കെ കണ്ട വരുന്നത് ഇങ്ങനെ എടുക്കുക. കിട്ടിയോ? ആ ചെയ്തൂടെ അങ്ങനെ തന്നെ. ആ അങ്ങനെ തന്നെയാണ്. അയ്യോ മുടി പോയി, മുടി പോയി. ആ മുടി ഞാൻ എടുക്കാം. ആ നന്നാക്കുമ്പോ കിട്ടിയാ നോക്കട്ടെ. ഹെലികോപ്റ്റർ. അപ്പൊ അതിന്റെ ഇതോ അതൊന്നും പോയിട്ടില്ലല്ലോ. അതവിടെ ഉള്ള സാധനം ആരെ കൈ? ഓക്കെ അത് അത് പോക്കണം കേട്ടാ. കയ്യും കാലൊന്നും അല്ല. ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ. പണി എടുക്കാൻ നോക്ക്. വേസ്റ്റ് അതിലിടല്ലേ താനിമോളെ. എടോ അത് അമർത്തി കൊടുക്കണം. ഇതിപ്പോ ചെമ്മീൻ നിങ്ങൾ രണ്ടാളും പൊയ്ക്കും, അതെനിക്ക് നന്നാവുക. ഇതിങ്ങനെ അമർത്തി വലിക്കുമ്പോ തന്നെ വാല് ഇങ്ങോട്ട് വരും. അപ്പോഴേ ഞങ്ങൾ ഇതൊക്കെ നന്നാക്കിട്ട് വരാം. ഇതിങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചാൽ എന്തായാലും ഇപ്പൊ ഇതൊന്നും തീരില്ല, അത് ഉറപ്പാ. ഞങ്ങൾ എന്തായാലും നന്നാക്കിട്ട് വരാം. അങ്ങനെ ഒരുവിധം ഞങ്ങളെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ പാടാണ്. ചെമ്മീനി കഴിക്കാനാണ് രസം, വൃത്തിയാക്കാൻ നന്നാക്കാൻ രസമില്ല. ഇല്ല, രസമില്ല. കൊറേ തോടുണ്ട്, കുറച്ച് ചെമ്മീനുള്ളൂ. ചെമ്മീനുള്ളൂ കണ്ടില്ലേ. ഓക്കെ, ഇനി മെല്ലെ നീച്ചോ. അവിടെ വെച്ചോ, അവിടെ വെച്ചോ, ഞാൻ എടുത്തോളാം. അവിടെ വെച്ചോ, ഒക്കെ അവിടെ വെച്ചോ. അമ്മ നീച്ചോ, അമ്മ എടുത്തോളാം. മെല്ലെ നീച്ചോ. എഴുന്നേക്കാൻ പറ്റുണ്ടോ? കാല് വേദനിക്കൂല ഞാനീ. അങ്ങനെ പോയി കഴുക്, നന്നായിട്ട് കഴുകിട്ടോ. ഊര പൊട്ടിയോ? അങ്ങനെ നന്നാക്കലൊക്കെ കഴിഞ്ഞതാ. ഇപ്പൊ മീനൊക്കെ കഴുകിയോ. അപ്പോഴേക്കും കുറച്ച് ടീംസ് കൂടെ മേലൊക്കെ കഴുകി വന്നു. എന്തിനപ്പോ മേല് കഴുകിയ വേഗം? പോയില്ല. എന്തെങ്കിലും ക്രീം എന്തെങ്കിലും എടുത്ത് വെച്ചോ കയ്യില്? തേക്കണം. വിശന്നിട്ട് വെയിറ്റിങ്ങിലാണല്ലേ. അപ്പോൾ ഇവിടെ കറീനേക്കാളും എല്ലാവർക്കും ഇഷ്ടം പൊരിച്ചതായതുകൊണ്ട് പൊരിക്കാൻ വേണ്ടി എടുത്ത് വെക്കുകയാണ്. നമുക്ക് വേഗം പൊരിച്ച്, എല്ലാവർക്കും വിശന്നിട്ടുണ്ട്. നന്നാക്കാൻ ഇരുന്നപ്പോൾ തന്നെ പിള്ളേരൊക്കെ വിശന്ന് സൈഡായിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് മസാല തേച്ച് വെച്ചിട്ട് വേഗം പൊരിച്ച് സെറ്റാക്കാം. ക്ഷീണിച്ചില്ല, ഇനി വേഗം കഴിച്ചോ. മുടിയുള്ള ചെമ്മീൻ കിട്ടിക്കണോ? ചെമ്മീൻ്റെ മുടി ഒന്ന് കാണിച്ചു കൊടുക്ക്. ആ മുടിയുള്ള ചെമ്മീനെ. കഴിച്ചോ. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ചെമ്മീൻ നന്നാക്കാനാണോ എളുപ്പം അല്ലെങ്കിൽ കഴിക്കാനാണോ എളുപ്പം? കഴിക്കാൻ. നന്നാക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു? പറയേ. ഞാൻ കഴിച്ചോ.